ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നാസർ ചേരിയത്ത്. കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലും മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണൽ തിരൂരും സംയുക്തമായി സ്പോർട്സ് ഇഞ്ചുറി ക്യാമ്പ് തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു. അൽമാസ് ഹോസ്പിറ്റൽ സ്പോർട്സ് മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം തലവൻ ഡോക്ടർ ഹസർ കള്ളിയത്ത് നേതൃത്വം നൽകി. സ്റ്റേഡിയത്തിൽ വർക്കൗട്ടിന് വേണ്ടി എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും ഉപകാരപ്രദമായ ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇന്ന് സംഘടിപ്പിച്ചത്. എക്സസൈസ് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള മസിൽ ക്രാക്ക്, ലിഗ്മെന്റ് ഫ്രാക്ചർ, ടാൻഡം ഫ്രാക്ചർ തുടങ്ങിയവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ അസർ മുന്നറിയിപ്പ് നൽകി. വ്യായാമം ചെയ്യുമ്പോൾ കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് പെട്ടെന്ന് ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഡെമോൺസ്ട്രേഷൻ വഴി ജനങ്ങൾക്ക് ഉദ്ബോധനം നൽകി. ചടങ്ങിൽ മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണൽ സെക്രട്ടറി അൻവർ സാദത്ത് കള്ളിയത്ത് സ്വാഗതം പറഞ്ഞു. മോർണിംഗ് സ്റ്റാർ ചെയർമാൻ ഷാഫി ഹാജി കനിക്കര അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അസർ കള്ളിയത്ത് ഉദ്ബോധന ക്ലാസ് എടുത്തു. അസീസ് വെള്ളത്തൂർ, ലത്തീഫ് മാസ്റ്റർ, മുസ്തഫ മാസ്റ്റർ, പരീദ്, കെ അബ്ദുൾ റസാഖ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ഫൈസൽ അദിയത്തിൽ നന്ദിയും പറഞ്ഞു. നമുക്കറിയാം, അൽമാസ് ഹോസ്പിറ്റലിൻ്റെയും അവിടുത്തെ ഫിസിക്കൽ മെഡിസിൻ്റെ നേതൃത്വത്തിൽ മോർണിംഗ് സ്റ്റാർ ഇൻ്റർനാഷണലുമായി സംയുക്തമായിക്കൊണ്ട് തിരൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് ഒരു സ്പോർട്സ് മെഡിസിൻ വിഭാഗത്തിലൂടെ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു വേണ്ട രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അഡ്വൈസാണ് ഇന്നിവിടെ ഡോക്ടർ അസറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. വളരെ വിപുലമായ രീതിയിൽ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നടപ്പിലാക്കേണ്ട ഒരു പ്രവർത്തനമാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. ഫിസിക്കൽ എക്സസൈസ് അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റി പലപ്പോഴും ആളുകൾ നിരാകരിക്കുകയാണ് പതിവ്. പലപ്പോഴായി ആളുകൾ വരും, യാതൊരു വാമപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു തയ്യാറെടുപ്പില്ലാതെ സിസ്റ്റമാറ്റിക് അല്ലാതെ എക്സസൈസിൽ വ്യാപൃതരാവുകയും കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ അവരുടെ മുട്ട്, ഉപ്പൂറ്റി അല്ലെങ്കിൽ അരഭാഗത്ത്, ഊരഭാഗത്തൊക്കെ കംപ്ലൈൻറ്റ് സംഭവിച്ച് പിന്നീട് ഒരിക്കലും എക്സസൈസ് ചെയ്യാൻ കഴിയാത്ത വിധം ഡാമേജ് ആവുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. നാച്ചുറലി വെയർ ആൻഡ് ടയർ ശരീരത്തിന്, ഇപ്പോൾ വാഹനങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ തന്നെ ശരീരത്തിനും വെയർ ആൻഡ് ടയർ ഉണ്ടാവും. ആ വെയർ ആൻഡ് ടയർ എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ ദീർഘകാലം ഒരു 80 വയസ്സ്, 90 വയസ്സ്, 100 വയസ്സ് കാലഘട്ടത്തിലൊക്കെ ഒരാൾക്ക് എങ്ങനെ എക്സസൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മോർണിംഗ് സ്റ്റാർ ചെയ്യുന്നത് നമുക്കറിയാം. 2-3 മാസം മുമ്പ് തന്നെ നമ്മളിങ്ങനെ ഒരു കൊല്ലത്തിൽ 4 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ളവരേക്കും നമ്മുടെ മോർണിംഗ് സ്റ്റാറിനൊക്കെ ഉപകാരപ്രദമാവുന്ന ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ നമ്മുടെ ഈ മെഡിക്കൽ ചെക്കപ്പ് ഓരോ വിഷയത്തിൻ്റെ, ഓരോ വിഭാഗത്തിൻ്റെ ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഷുഗർ നോക്കലും മറ്റുള്ള കൊളസ്ട്രോൾ ഇവയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സ്ഥലങ്ങളിലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് ഈ സ്പോർട്സ് മെഡിസിൻ. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ താല്പര്യമെടുത്ത് പ്രത്യേകിച്ച് നമ്മൾ ഈ സ്റ്റേഡിയത്തിൽ തന്നെ ഇങ്ങനെ ഒരു ടീമിനെ കൊണ്ടുവന്ന് നമ്മുടെ മോർണിംഗ് സ്റ്റാറും നമ്മുടെ അൽമാസ് ഹോസ്പിറ്റലും കൂടി ജോയിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു നമ്മൾ ആ എക്സസൈസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2 കാര്യമാണ് ബേസിക്കലി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് വ്യായാമം, വിശ്രമം. അപ്പോൾ പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം നമുക്കറിയാം. അത് സമയാസമയങ്ങളിൽ നമുക്ക് ഒരു ചടങ്ങ് പോലെ നടന്നു പോകുന്ന ഒരു പ്രക്രിയയായി മാറി. കാരണം എന്താ വെച്ചാൽ രാവിലെ, പിന്നെ 10 മണി, ഉച്ചയ്ക്ക് 4. മുമ്പൊരു ചൊല്ലൊക്കെ നമ്മൾ പറയായിരുന്നു, 3 നേരം കഴിക്കുന്നവൻ ദ്രോഹി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 1 നേരം കഴിക്കുന്നവൻ യോഗി എന്നൊക്കെ. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ പോയി 3 കഴിഞ്ഞിട്ടിപ്പം 10, 5, 6 ഒക്കെ. അപ്പം അത് ഭക്ഷണം നമ്മൾ സാധാരണ കുത്തു പറയുമ്പോൾ എന്നോടെന്ന പോലെ നമ്മളെല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്ന് ഭക്ഷണത്തിൻ്റെ, പിന്നെ വിശ്രമം. അതായത് വ്യായാമത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രധാനമാണ് വിശ്രമം. കാരണം നമ്മൾ വ്യായാമം ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ ജോലികളൊക്കെ ചെയ്ത് നമ്മളൊരു ദിവസം തീരുമ്പോൾ സാധാരണ നമ്മളൊരു എൻജിൻ ഓഫ് ചെയ്യുമ്പോൾ നമ്മളൊരു റിപ്പയറിന് അല്ലെങ്കിൽ വണ്ടി സമയാസമയം, നമുക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ, ഒരു വീടുണ്ടെങ്കിൽ നമ്മൾ സമയത്ത് പെയിൻ്റ് അടിക്കും. വണ്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ സമയത്ത് ഓയിൽ ചേഞ്ച് ചെയ്യും, വണ്ടിക്ക് റിപ്പയർ ചെയ്യും. അതുപോലെ റിപ്പയർ ടൈമാണ് ഉറക്കം. സാധാരണ ഒരു മനുഷ്യൻ ശരിക്കും 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്. അത് ഉറക്കത്തിന് സമയമുണ്ട്. അതായത് വൈകുന്നേരം ഒരു 6 മണിക്ക് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കുറേ ഹോർമോണുകൾ ഓഫാക്കും, കുറേ ഹോർമോണുകൾ ഓണാകും.
ഇപ്പം മെലട്ടോണിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള ഹോർമോണുകളുണ്ട്. പിന്നെ നമ്മൾ ഇൻസുലിൻ പോലുള്ള ഹോർമോണൊക്കെ ഓഫാക്കും. കാരണം രാത്രി നമ്മൾ തിന്നരുതെന്നാണ് കണക്ക്. പക്ഷെ നമ്മൾ രാത്രിയാണ് ഭക്ഷണം കഴിക്കുക, ആണ് പ്രശ്നം. അപ്പോൾ ആ സമയത്ത് ദഹനരസങ്ങളും ഇൻസുലിൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊക്കെ ബ്രേക്ക് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ കഴിച്ചതൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കും. ശരിക്ക് ബോഡിയിൽ റിപ്പയറും മറ്റതൊക്കെ നടക്കേണ്ട സമയത്ത് നമ്മളിവിടെ ഒരു ഗ്രൈൻഡർ ഓണാക്കി കൊടുക്കുക. അപ്പോൾ മറ്റൊരിടത്തൊക്കെ പോകേണ്ട എനർജി അതിന് പകരം ഇവിടെ വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്ത് വരും. അതുകൊണ്ടാണ് ഭക്ഷണത്തിന് ഉറങ്ങുന്നതിൻ്റെ ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ മുമ്പെങ്കിലും നമ്മളെ ഏറ്റവും അവസാനത്തെ ഭക്ഷണം എടുക്കണം പറഞ്ഞു. ഏറ്റവും ഐഡിയലി നമുക്ക് മഗ്‌രിബിൻ്റെ ഇശാൻ്റെ ഒരു സമയം ഉണ്ടാക്കാം. ആ സമയത്താവണം അവസാനത്തെ നമ്മളൊരു മേജർ ഭക്ഷണം എന്ന് പറയുന്നത്, പറ്റുമെങ്കിൽ അതിൻ്റെ മുമ്പ്. അപ്പോൾ അതാണ് വിശ്രമത്തിനെ പറ്റി പറഞ്ഞത്. പിന്നെ വ്യായാമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നു, എക്സസൈസ് ചെയ്യുന്നു. ഞാനിത് എന്തിനു ചെയ്യുന്നു, എപ്പോൾ ചെയ്യുന്നു എന്നുള്ളത് നമുക്കെപ്പോഴും സംശയമുണ്ട്. അതായത് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന സമയമാണ്. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് നമ്മളൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ ഓരോ ഹോർമോണുകൾ ഓണാവാൻ തുടങ്ങും. കാര്യമായി ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ചെയ്യുമ്പോൾ ശരീരം അതിനനുസരിച്ച് പ്രതികരിക്കാൻ തുടങ്ങും. കാരണം റിപ്പയറൊക്കെ കഴിഞ്ഞ് ബോഡി ഓണാക്കുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് സ്ട്രെച്ചൊക്കെ ചെയ്ത് വാമപ്പൊക്കെ ചെയ്ത്, അതായത് ശരിക്കും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണം. ബ്രീത്ത് വാമപ്പ് ചെയ്ത് ശ്വാസം വലിച്ചു വിടുന്നു, അതായത് മൂക്കിലൂടെ ശ്വാസം ഇട്ട് വായിക്കൂടെ ശ്വാസം. മുമ്പ് ഈ യോഗയൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നൊരു പ്രാണായാമം എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാൻ പറ്റുന്നവർക്ക് എല്ലാവർക്കും പറ്റും. ശ്വാസം വലിച്ചുവിടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ അസർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം ബോഡി ലൂസാക്കി 10 റൗണ്ട് ഓടി അല്ലെങ്കിൽ 10 റൗണ്ട് നടന്ന് സ്ട്രെച്ച് നമ്മൾ ചെയ്യുന്ന സ്ട്രെച്ച് മിക്കവാറും അത് പരിപൂർണതയിൽ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബോധം കെട്ടിട്ട് വീണ് കിടക്കുകയാണ്. ഇത് എന്ത് സംഭവിക്കും എന്നുള്ളത് ഉടനെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഓർമ്മിപ്പിക്കാൻ വന്നാൽ നമുക്ക് സ്ഥിരമായിട്ട് പറ്റുന്ന ഒരു പ്രശ്നമുണ്ട്. ഒരാളൊരു ആക്സിഡന്റ് ഇപ്പോൾ നമ്മൾ കണ്ടു, ഒരാളൊരു വീണു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആളെ ഇങ്ങനെ എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ബൈക്കും ഇരുത്തി കൊണ്ടുപോയി ഇങ്ങനെയാണ് കേൾക്കുന്നത്. ഹാർട്ടിൻ്റെ അടുത്തേക്ക് വരാട്ടോ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ 2-3 ഒന്നിച്ച് പറയാന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ എടുക്കണം എന്നുള്ളതാണ്. അതായത് ഒരാൾ ഇവിടെ ഈ ഭാഗം സപ്പോർട്ട് ചെയ്യാൻ, ഇപ്പം ഇയാളെ കൈയും ക്രോസ് ആവണം. യെസ്. ഇപ്പം ഇങ്ങനെ ആവുമ്പോൾ ഈ സ്പൈനൽ കോഡ് ഇവിടുന്ന് ഇതുവരെ ഇപ്പോൾ സ്റ്റേബിളാണ്. അവിടെ ആ കാല ഇളകാനും പാടില്ല. അതെ, അവിടെ ഒരാൾ പിടിച്ചാൽ മതി. ഈ ഭാഗം നമുക്ക് കാര്യമായിട്ട് സപ്പോർട്ട്, ഹെഡ് ആൻഡ് നെക്ക് ഇവിടെ സപ്പോർട്ട് വരുന്നു. കറക്റ്റ് ഒരാളെ നമുക്ക് ഇളകാതെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ കണ്ടില്ലേ? അതായത് ഇളകിയിട്ടോ ചിലപ്പോൾ പൊട്ടിയിട്ടോ ഒക്കെ ഉണ്ടാവും. ആ പൊട്ടിയ ഭാഗം നമ്മൾ എന്ത് ചെയ്യും? ഇളക്കാതെ നമുക്ക് അറിയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാം. ഒരാൾ ഹെഡ് ആൻഡ് നെക്ക്, രണ്ടാമത്തെ ആൾ ഇപ്പുറം, ഈ ആളെ കയ്യും ഇപ്പുറത്ത് നിൽക്കുന്ന ആളെ കയ്യും ക്രോസ് ഓവർ വരിക, അവിടെ ഒരാൾ പിടിക്കുക. ഒന്ന് അത് കഴിഞ്ഞു. ഇനി ഒരാൾ ഫെയിൻ്റായി വീണു, നേരത്തെ പറഞ്ഞത് എന്ത് ചെയ്യണം? ഏറ്റവും ബേസിക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഹാർട്ട് ഇടത്തെ ഭാഗത്തെന്ന് അറിയാലോ. നമ്മളൊരു വലം കൈ മതി ഈ പോയിന്റിൽ കൈ വെക്കുക, അതിൻ്റെ മുകളിൽ അടുത്ത കൈ വെക്കുക. ഇതാണ്. എന്നിട്ട് നമ്മൾ പറയുന്ന മുട്ടുകുത്തി നമുക്ക് നിൽക്കാം. ഇങ്ങനെ നിന്നതിന് ശേഷം നമ്മൾ ഈ ബോഡിൻ്റെ അപ്പർ ബോഡിൻ്റെ ഫോഴ്സ് കറക്റ്റിൽ പോവുക. അപ്പോൾ നമുക്ക് തോന്നുന്നു എല്ല് പൊട്ടിക്കോട്ടെ, പ്രശ്നമില്ല. നമുക്ക് ആളെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം കേട്ടോ. അതായത് നമ്മൾ പറയുന്നത് താഴത്തേക്ക് 1 സെൻറ്റിമീറ്റർ താഴത്തേക്ക് പോകണം. 1 2 കണ്ടില്ല? യൂണിഫോം എൻ്റെ ബോഡി പോകുന്നത് കൈയിൻ്റെ എൽബോ ഇളകുന്നില്ല, റിസ്റ്റ് ഇളകുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ല. എളുപ്പത്തിൽ നമുക്ക് നമ്മളെ ബോഡിൻ്റെ ഫോഴ്സ് മുഴുവൻ ഉണ്ടാവും. 2 ഞാനിപ്പം ഫോഴ്സ് ഉപയോഗിക്കണില്ല, കാരണം അവർക്ക് വേദന ഉണ്ടാവേണ്ട വെച്ചിട്ട്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ നമുക്ക് താഴെ പോകാന്ന ഈ മൂവ്മെൻറ്റ് നമ്മളിതാ ജസ്റ്റ് ഇങ്ങനെ ഇളകിയാൽ മതി. നമുക്ക് തലച്ചോറിന് ഇഞ്ചുറി ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഇസ്കീമിക് എൻസോഫലോപ്പതി ആയിട്ട് വരുന്ന കുറേ ആൾക്കാർക്ക് കാണുന്നത് എന്താ വെച്ചാൽ, സമയത്തിന് CPR കൊടുക്കാതെ വെക്കുമ്പോൾ ഇവിടുന്ന് നമ്മളിത് ചെയ്യുമ്പോൾ പമ്പ് ചെയ്യാണ്. ഈ ബലൂണിനെ നമ്മൾ പമ്പ് ചെയ്ത് ബ്ലഡിന് അടിച്ച് കയറ്റുക ചെയ്യുന്നത്, കാരണം ഹാർട്ട് അടിക്കുന്നില്ല. അപ്പോൾ ആ ബ്ലഡ് കയറി ബ്രെയിനിലേക്ക് എത്തുക, ബാക്കി ഭാഗങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ CPRൻ്റെ ലക്ഷ്യം. അപ്പോൾ എങ്ങനെ എന്താ വെച്ചാൽ, സാധാരണ 3 മിനിറ്റ് 4 മിനിറ്റൊക്കെ ആൾക്കാർ ഈ സപ്ലൈ ഇല്ലാതിരിക്കുമ്പോൾ ബ്രെയിനിലേക്കുള്ള സപ്ലൈ കട്ടാവുന്നു, ആൾ കംപ്ലീറ്റ് റെസ്പോൺസ് പോകും. അപ്പോൾ ഒരു ഹാർട്ടിന് മാത്രം പ്രശ്നം ഉണ്ടായിരുന്ന ആൾക്ക് ബ്രെയിനും കൂടി പ്രശ്നം വരും.
പറഞ്ഞാൽ നമുക്ക് നമ്മളെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന നമ്മളെ വർക്ക് പ്ലേസിൽ നമ്മൾ നടന്നു പോകുമ്പോൾ സാധാരണ കാണുന്ന രണ്ട് പ്രശ്നങ്ങളാണ് ഇത്. അപ്പോൾ ഒന്നാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആക്സിഡന്റ് പറ്റുമ്പോൾ സ്പൈനൽ കോഡ് ഇഞ്ചറി, രണ്ട് ഇതേമാതിരി ഒരാൾ തലചുറ്റി വീഴുക, ഈ രണ്ടും. പിന്നെ ചില ഘട്ടങ്ങളിൽ തലചുറ്റി വീഴും ഷുഗർ കുറഞ്ഞിട്ടൊക്കെ ആവാട്ടോ. അപ്പോൾ അത് നമ്മൾ നോക്കണം. റെസ്പോൺസ് പൾസ് തീരെ ഇല്ല, പൾസ് ഫീബിൾ ആണെങ്കിലാണ് നമ്മൾ എപ്പോഴും ഐഡിയൽ. ഇതും 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി. കറക്റ്റ് അല്ലേ? ഇത് കംപ്ലീറ്റ് റെസ്റ്റിംഗ് പോസ്റ്ററാണ്. അതായത് ഈ ബോഡിൻ്റെ കണില്ല, സ്പൈന് ഫുള്ള് ഫ്രീ ആയി. അത് ഇത് നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇത്ര ഭയങ്കര സംഭവം, നല്ല റിസൾട്ട് ഉണ്ടാകും. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.